ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ജെമിനൈ, നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ അതിന് കുറേ വ്യൂസ് കിട്ടി, ലൈക്സ് കിട്ടി, കമൻറ്റ്സ് കിട്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീഡിയോ ആദ്യമാണ് റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ കറണ്ട് ഫീലിങ്സ് റീഡിങ് നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് മറ്റ് മെസ്സേജസ് ഒക്കെ ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. എന്നുവെച്ചാൽ കുറേ ആൾക്കാരുടെ എനർജീസ് ഇതിലുണ്ട്. അപ്പോൾ എന്താ റെസൊനേറ്റ് ആവണച്ചെടുക്കുക, റെസൊനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിടുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റായി സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനെ കോൺടാക്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്ക് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം. and അവിടെയും ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. പ്ലീസ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നു എൻ്റെ വീഡിയോസിൻ്റെ കൂടെ, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ ജനറൽ റീഡിങ്സ് ആണ്. കുറേ ആൾക്കാരുടെ എനർജീസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. കമൻറ്റ് ചെയ്യാൻ പറ്റില്ല വെച്ചാലും ഒരു ഇമോജി വിട്ടാൽ മതി, ഇല്ല ഐ ക്ലെയിം എന്ന് എഴുതിയാൽ മതി കമൻറ്റ്സിൽ. അത് ചെയ്താലും മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് അവിടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഓവറോൾ എനർജി ജെമിനായുടെ ജസ്റ്റിസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? 9 of Swords. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ അടുക്കെ 10 of Pentacles ആണ്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് ഈ സമയത്ത്? King of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Strength. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ്? ബ്ലോക്ക്. 5 of Pentacles. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ബ്ലോക്ക്? 9 of Cups. അപ്പോൾ ജെമിനായി, ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് ആക്ച്വലി ലീബ്ര എനർജിയാണ്. പക്ഷേ ഇത് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. ചില കേസസിൽ ഇതൊരു മാരേജിൻ്റെ എനർജി ആവാം. നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം. ഓർ എൽസ് നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടായിരുന്നു കാണുന്നുണ്ട് അതിനെ. പക്ഷെ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ജസ്റ്റിസ് വേണം എന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഈ സമയത്ത് മേ ബി ഒരു ഇംബാലൻസ് ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്തിട്ട് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ജസ്റ്റിസ് ചിലപ്പോൾ റീകൺസിലിയേഷൻ്റെ മെസ്സേജും ആവാം. ഈ പേഴ്സൻ്റെ എനർജിയിൽ 9 of Swords ആണ്. ഓക്കെ, വേറെ മെസ്സേജ് എനിക്ക് എന്താ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് മാരേജ് വേണം, നിങ്ങൾക്ക് കുട്ടികൾ വേണം, അങ്ങനത്തെ ഒരു ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ഉള്ളത്. പക്ഷെ ഈ പേഴ്സൺ മേ ബി റെഡി ആയി ഫീൽ ചെയ്യില്ല. എന്നുവെച്ചാൽ ഇവരുടെ എനർജിയിലെ 9 of Swords ആണ്. ഇതൊരു ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ കുറേ ഓവർ തിങ്കിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചാണ് അവരെ മനസ്സിൽ നിങ്ങളെ ഉള്ളൂ. ആൻഡ് അവർ കുറേ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ സെപ്പറേഷനെ കുറിച്ച്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് ആയി തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റിന് റെഡി ആയിരിക്കില്ല, അവർ മാരേജിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. ഈ സിറ്റുവേഷനിൽ വേറെ കാര്യം എന്താ എനിക്ക് കിട്ടുന്ന വെച്ചാൽ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ ഓൾറെഡി മാരീഡ് ആണ്. എന്നുവെച്ചാൽ കറണ്ട് സിറ്റുവേഷൻ 10 of Pentacles ആണ്. ഓക്കെ, അപ്പോൾ 10 of Pentacles അഗൈൻ ഒരു ട്രഡീഷൻ്റെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്.
പൈസയുടെ എനർജിയാണ്. അപ്പോൾ മേ ബി ഫാമിലി വൈസ് നിങ്ങൾ രണ്ടാളുടെയും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. മേ ബി നിങ്ങളുടെ ഫാമിലിയും അവരുടെ ഫാമിലി അഗ്രി ചെയ്യൂല ഈ റിലേഷൻഷിപ്പിന്, അങ്ങനെയൊക്കെ ഇഷ്യൂസും ആവാം. ഓക്കെ, അപ്പൊ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ജസ്റ്റിസ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. ഹൈറോഫാൻ ടോറസ് എനർജി. അപ്പൊ ഞാൻ നിങ്ങളുടെ സൈഡിൽ കാണുന്നത് ഒരു മാരേജ് ആണ്. ഓക്കെ, ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളൊരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ആണ് ഒരു റിലേഷൻഷിപ്പിൽ. അത് ഇതൊരു മാരേജിൽ കൺവേർട്ട് ആവും. ഇതൊരു മാരേജ് മെറ്റീരിയൽ പേഴ്സൺ ആണ്. അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കാണുള്ളൂ. ഓർ ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം. പേജ് സോഡ്സ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. അപ്പോ ഇവിടെ ഞാൻ കാണുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. നിങ്ങൾ മേ ബി ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് എന്താണ് ലോങ് ടേം പ്ലാൻസ്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്. ഈ പേഴ്സന്റെ എനർജിയിൽ നൈൻ ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ആക്ച്വലി ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സണിന് മേ ബി കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് മാരേജ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ പേഴ്സൺ ആക്ച്വലി ഇൻട്രസ്റ്റഡ് അല്ല. അവർക്ക് കമ്മിറ്റ്മെന്റ് പറഞ്ഞ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് അവിടെ. അവര് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡി അല്ല. ഓറൽസ് മേ ബി അവരൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല, അങ്ങനെ അല്ല ഈ റിലേഷൻഷിപ്പിനെ അവർ കാണുന്നത്. ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അത് നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ 10 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ കറന്റ് ഇഷ്യൂ എന്തുകൊണ്ടാണ്? 10 ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കറന്റ് ഇഷ്യൂ ആയി കാണുന്നത്? നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി കമ്മിറ്റ്മെന്റ് ചെയ്യാനുള്ള ടൈപ്പ് അല്ല. ഇവിടെ കുറെ ഒരു പ്ലെയർ എനർജി ഞാൻ കാണുന്നുണ്ട്, കുറെ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും ഫ്യൂച്ചറിനെ കുറിച്ച് അവരുടെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവും, ഓറൽസ് മേ ബി നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇത് ഇങ്ങനെ ചോദിക്കണം, ഫ്യൂച്ചർ എന്താണെന്ന്, അങ്ങനത്തെ ഒരു ഡയലോഗ്, ഒരു കോൺവെർസേഷൻ ഉണ്ടാവണം. പക്ഷേ ഈ പേഴ്സൺ റെഡി അല്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കുറെ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സണിന് കുറെ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇവരോട് തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഫീലിങ്സിന്റെ ഡെപ്ത് ഈ പേഴ്സൺ അറിയില്ല. അവർക്ക് അറിയില്ല നിങ്ങൾ എത്ര സീരിയസ് ആണ് ഈ പേഴ്സണെ കുറിച്ചെന്ന്. സ്കോർപിയോ എനർജി ഉണ്ട് ഇവിടെ, കിങ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഈ പേഴ്സണിനെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ബാഗേജ് ഉണ്ട്, ബേർഡൻസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. ഈ പേഴ്സൺ കുറെ സ്ട്രോങ് ആയി ഈ കമ്മിറ്റ്മെന്റ് എന്ന് അതിൽ കമ്മിറ്റ് ചെയ്യണോ എന്ന് അവർക്ക് അറിയാം. അത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സീരിയസ് ആണെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് എങ്ങനെയോ ഈ കമ്മിറ്റ്മെന്റ് പറയുമ്പോൾ അവർക്ക് കുറെ പേടിയാണ്. അപ്പൊ അവർ അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അത് മാത്രല്ല ഞാൻ പറഞ്ഞ മാതിരി പ്ലെയർ എനർജിയിലാണ്. അപ്പോ അവർക്ക് കുറെ വേറെ ടെംപ്ടേഷൻസും ഉണ്ട്. പക്ഷെ അവർ ട്രൈ ചെയ്യണു ഈ ടെംപ്ടേഷൻസിനൊക്കെ ഇഗ്നോർ ചെയ്യാൻ. പക്ഷെ ഇവിടെ 8 ഓഫ് കപ്സ് ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണെ കുറെ ഫോഴ്സ് ചെയ്താ, ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഫോഴ്സ് ചെയ്താ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യില്ല, അവർ ഈ റിലേഷൻഷിപ്പിനെ വിട്ടുപോകും. അവർക്കൊരു പേടി ഇതുണ്ട്. അവര് വേറെ മെസ്സേജ് എനിക്ക് ഇവിടെ എന്താ കിട്ടുന്ന വെച്ചാൽ മേ ബി അവര് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ. എന്ന് വെച്ചാൽ അവർക്ക് ആ ഉള്ളിൽ പേടിയുണ്ട്. അവർക്ക് വേറെ പേടി എന്താ വെച്ചാൽ അവർ കമ്മിറ്റ്മെന്റിന് യെസ് പറയില്ല വെച്ചാൽ നിങ്ങൾ ഇവരെ വിട്ടുപോകും, അതും അവർക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് എന്താണ്? 10 ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ ലൈഫിൽ, ഇവരുടെ പാസ്റ്റില് മേ ബി കുറെ ഡിഫിക്കൾട്ട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്.
അവർക്ക് മുമ്പേയും കുറെ ഒരു ബിട്രയൽ മാതിരി ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതും ആയിരിക്കാം ഒരു കാരണം അവർക്ക് ഈ കമ്മിറ്റ്മെന്റോട്, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊരു പേടി അതുകൊണ്ടുമായിരിക്കാം. പക്ഷെ എന്തായാലും അവർക്ക് അറിയാം അത് അവർ ഒരു ആൻസർ തരില്ല വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യുമെന്ന്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ഇവിടെ ചിലപ്പോ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ഓറൽസ് ഒരു ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയോ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്താലേ നിങ്ങൾ സെക്യൂർ ആയി ഫീൽ ചെയ്യൂ, അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക്. പറഞ്ഞാൽ ഈ പേഴ്സൺ കുറച്ചൊരു സമയം എടുത്താൽ നിങ്ങൾ ഇൻസെക്യൂർ ആവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബ്ലോക്ക്. ഈ പേഴ്സന്റെ ബ്ലോക്ക് 9 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൺ ആക്ച്വലി കറന്റ് സിറ്റുവേഷൻ അതിൽ തന്നെ അവർ ഹാപ്പിയാണ്. അവർക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നില്ല, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയാലും മതി, അങ്ങനത്തെ ഒരു എനർജിയാണ്, ഒരു കംപ്ലേസന്റ് എനർജിയാണ്. അപ്പൊ ഈ 5 ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്ലോക്ക്? ക്വീൻ ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരീഡ് ആയിട്ട് ഡിവോഴ്സ് ആയിരിക്കണു, അതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെന്റ് വേണം എന്നൊരു നിങ്ങൾ അതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് റിലേഷൻഷിപ്പ് അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആവണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ അതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ആ ഷുവറിറ്റി വേണം എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിട്ടുണ്ട്, ഒരു ഫെയിൽഡ് മാരേജ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ആ പേടി എപ്പോഴും ഉണ്ടാവും അത് നെക്സ്റ്റ് ഡിസിഷൻ എടുക്കണത് ശരിയായ ഡിസിഷൻ ആവണം എന്ന്. ഈ പേഴ്സന്റെ എനർജിയിൽ 9 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ബ്ലോക്ക്? മജിഷ്യൻ. ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്, പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യൂല, പറഞ്ഞ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഇല്ല. ഓക്കെ, അതാണ് അവരുടെ ഏറ്റവും വലിയ ബ്ലോക്ക്. ആൻഡ് അവർ പറയണത് ഒരു കാര്യമാണ്, ചെയ്യണത് വേറെ കാര്യമാണ്. അപ്പൊ അവരുടെ വേർഡ്സും തോട്ട്സിലും ഒരു മാച്ച് ഇല്ല. അവർ കുറെ കാര്യങ്ങൾ ഒളിപ്പിക്കണമുണ്ട്, പറഞ്ഞാൽ അവർക്കൊരു ഉള്ളിലത്തെ പേടിയുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പോ എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക ഈ റിലേഷൻഷിപ്പിൽ? ഫ്യൂച്ചർ ഞാൻ കാണുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഇത് ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലേക്കാണ് പോണത്. എന്നുവെച്ചാൽ ഇതിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾ രണ്ടാൾക്കും കാണാൻ പറ്റില്ല. എന്തായിരിക്കും ഔട്ട്കം ആണ് 7 ഓഫ് പെന്റിക്കിൾസ്. 7 ഓഫ് പെന്റിക്കിൾസ് ഔട്ട്കം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫോർവേഡ് മൂവ്മെന്റ് വേണം എന്നുണ്ടെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനും കിട്ടില്ല. കിങ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഉണ്ട്. ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് എന്താണ്? 3 ഓഫ് പെന്റിക്കിൾസ്. അപ്പം മേ ബി വേറെ ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടായ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, പക്ഷെ ഇവിടെ വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോലൂ. അതല്ല വെച്ചാൽ മേ ബി കിങ് ഓഫ് പെന്റിക്കിൾസ് ഒരു പുതിയ പേഴ്സണും ആവാം, നിങ്ങളുടെ ലൈഫിൽ വരണ ഒരു പുതിയ പേഴ്സൺ ആവാം. ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണെ വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതുണ്ടാവുമ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ പേഴ്സൺ അഗ്രി ചെയ്യണില്ല വെച്ചാൽ മേ ബി നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ വഴിയുണ്ട് ഈ പേഴ്സണെ വിട്ടിട്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താ ആക്ഷൻ നിങ്ങൾ എടുക്കുക? നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഹെർമിറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത്ര ആക്ഷൻ ഉണ്ടാവില്ല. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ആക്ഷൻ ഈസ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഈ പേഴ്സൺ ആയിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ഇൻഫാക്ട് നിങ്ങൾ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവണം എന്ന് അങ്ങനെയായിരിക്കും നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കും. അവര് അഗൈൻ ഇവിടെ പാഷൻ ആണ് ഞാൻ കാണുന്നത്, ഒരു കമ്മിറ്റ്മെന്റ് കാണില്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് കുറച്ച് സമയം എടുക്കും, കുറച്ചൊരു ബാലൻസിൽ വരാൻ, കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ. ഈ കമ്മിറ്റ്മെന്റ് ഈ പേഴ്സണ് കുറെ ഒരു ഡിഫിക്കൾട്ട് കാര്യമാണ്. അപ്പോൾ അവർക്ക് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ മുമ്പത്തെ പാസ്റ്റ് കാര്യങ്ങൾ അതിന്നും അവർക്ക് ഹീൽ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കുറെ സമയം എടുക്കും. നിങ്ങളുടെ എനർജിയും ഒരു ഹെർമിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവാനും വഴിയുണ്ട് ഈ പേഴ്സൺ അഗ്രി ചെയ്യൂല വെച്ചാൽ. അപ്പോൾ പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാനൊരു ആക്ഷനും കാണില്ല. നിങ്ങൾ അല്ല ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. എന്തെങ്കിലും ആക്ഷൻ വരേണ്ട വെച്ചാലും ഈ പേഴ്സന്റെ സൈഡിൽ നിന്നായിരിക്കും. അപ്പൊ ഈ പേഴ്സന്റെ എന്താണ് വേറെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഈ പേഴ്സന്റെ മനസ്സിൽ
എന്താണല്ലോ ഇപ്പോ ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ ഞാൻ പറഞ്ഞില്ലേ മുമ്പേയും, അവര് പറയണത് ഒരു കാര്യമാണ്, ചെയ്യണത് വേറെ കാര്യമാണ്. അപ്പൊ അവര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇനീഷ്യലി അത് എനിക്ക് കമ്മിറ്റ്മെന്റിൽ പ്രോബ്ലം ഇല്ല, ഇങ്ങനെ നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. പക്ഷെ അത് എവിടെയോ ഒരു ലൈ ആണ്. അവര് ശരിക്കും നിങ്ങളോട് മുഴുവൻ കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അവര് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ സമയത്ത് ഇപ്പോ കാണുന്നത് എനർജി അതില് അവർക്ക് എന്തോ ഒരു സെക്കൻഡ് തോട്ട്സ് ഉണ്ട്. എന്താണ് വേറെ എന്താണ് മെസ്സേജസ് ഉള്ള ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്? ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. അപ്പൊ ഇവിടെ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ കൂടുതൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. ഇമോഷണലി ഈ പേഴ്സൺ റെഡി അല്ല ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് മെസ്സേജ്, ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഇല്ലാച്ച എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചു വെച്ചാൽ ആ കാര്യം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, നടക്കുന്നുണ്ട് ആ കോൺവെർസേഷനൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഈ പേഴ്സൺ ആ സ്റ്റെപ്പ് എടുക്കോ ഇല്ലേ എന്നാണ് ഇപ്പൊ നമ്മൾക്ക് നോക്കണ്ടേ. അത് എന്തായാലും ഈ റീഡിങ്ങിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവർക്ക് സമയം എടുക്കും ആ സ്റ്റെപ്പ് എടുക്കാൻ. പക്ഷെ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സാജിറ്റേറിയസ്, ലിയോ, കാപ്രിക്കോൺ ഉണ്ട്, കുറെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഏതും സൈൻ ആവാം. സൈൻസ് ഇമ്പോർട്ടൻ്റ് അല്ല റീഡിങ്ങിൽ, മെസ്സേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ലീബ്ര ആൻഡ് ടോറസും ഉണ്ട് കേട്ടോ, അപ്പോൾ ആ സൈനും ആവാം. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി മെസ്സേജ് റെസൊനേറ്റ് അയച്ചാൽ ഇതും നിങ്ങളുടെ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ വേണം, ചെറു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. അങ്ങനെ എന്താ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ ആ റീഡിങ്ങിൽ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് ചാറ്റിൻ്റെ നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് വേണിച്ചാൽ ചാറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റീഡിങ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ റെസൊനേറ്റ് ആയോ എല്ലാം പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.